ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? ഇവിടെ നല്ല തണുപ്പാണ്. കാലാവസ്ഥ മാറിയതുകൊണ്ട് നല്ല തുമ്മലും ഇടയ്ക്കൊരു ശ്വാസം മുട്ടലും തൊണ്ടയൊക്കെ വല്ലാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ചുരുക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലുക്കൊന്ന് ചേഞ്ച് ആക്കാനുള്ള പുറപ്പാടിലാണ് ജങ്കുക്ക്. നേരെ ബാത്റൂമിൽ പോയി മുടി വെട്ടി. ആഹാ, മുടുക്കനായി. പത്തിരിച്ചട്ടി കമിഴ്ത്തി വെച്ച പോലെ ഉണ്ട് ഹെയർ സ്റ്റൈല്. ഇപ്പോൾ കണ്ട എവിടേക്കോ ഒരു ബേബി ശാലിനിയുടെ കട്ട്. ജിമിൻ പറയുന്നുണ്ട്, ഇതെനിക്കറിയാവുന്ന ട്രെയിനി ജങ്കുക്കി അല്ലേന്ന്. പിന്നെ രണ്ടും കൂടി ബോറടി മാറ്റായിരുന്ന് കാർഡ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ബെറ്റ് വെച്ചേക്കുന്നത് ഒരു കിംബാബ്. അത് കഴിഞ്ഞ് നേരെ ജഗ്ഗൂസിയിലോട്ട്. കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഇനി നിങ്ങളാരേലും ഈ എപ്പിസോഡ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഗായ്സ് ഹെഡ്സെറ്റ് മറക്കണ്ട. അമ്മാതിരി സൗണ്ട് എഫക്റ്റാണ് അവിടെ ഉള്ളത്. ഇല്ലെങ്കിലേ പോരാളിയുടെ കൈപ്പത്തിയും മുതുകത്ത് പതിയും. കുറച്ച് നേരം ചൂടുവെള്ളത്തിലാണെങ്കിൽ പിന്നെ കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ. അങ്ങനെ മാറി മാറിയായിരുന്നു പള്ളിനീരാട്ട്. കുളി കഴിഞ്ഞ് പിന്നെ കുറച്ച് മസിൽ ഷോ. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അങ്ങനെ പള്ളിനീരാട്ട് കഴിഞ്ഞ് ഇനി അടുത്ത മെയിൻ പ്രോസസ് ഫുഡ് അടി. രണ്ടിൻ്റെ മൂഞ്ചി നോക്കിയേ, എന്ത് ക്യൂട്ടാണ്. പഴുത്ത നല്ല തക്കാളിപ്പഴം പോലെയല്ലേ ഇരിക്കുന്നേ. ഇവറ്റകൾ തന്നെയാണോ കുറച്ച് മുന്നേ ബാത്റൂമിൽ കിടന്ന് കാറി കൂവിയിരുന്നത്? ഫുഡടി കഴിഞ്ഞ് വീണ്ടും ബോറടിച്ചു. എന്നാ പിന്നെ ചീട്ടിട്. തോൽക്കുന്നവൻ പുഷപ്പ് അടിക്കണം. ജിമിനാണെങ്കിൽ ഐശ്വര്യമായിട്ട് ആദ്യത്തെ റൗണ്ട് തന്നെ തോറ്റു. പിന്നെ അങ്ങോട്ട് തോൽവികളുടെ ഘോഷയാത്രയായിരുന്നു. നല്ല ഐശ്വര്യം. പിന്നെന്താ, എല്ലാം പതിവ് പോലെ ജങ്കുക്ക് എഴുന്നേൽക്കുന്നു. കൂടെ വിശപ്പും. എന്തോ ബ്രെഡോ മറ്റോ ആണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിമിനപ്പുറത്തുനിന്ന് എന്തൊക്കെയോ ഒച്ചക്കിടുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ഏരിയ അല്ല എന്നുള്ള മട്ടിലാണ് ജങ്കുക്കിൻ്റെ ഇരുത്തം. പിന്നെ അവർ പുറത്ത് കാറിൽ പോവാണ്. ഇടയ്ക്ക് വെച്ച് ഫുഡ് വാങ്ങിക്കാൻ ജങ്കുക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് കാറിൽ വന്ന് അവർ പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഫുഡ് കഴിക്കുന്നു. അവർ സ്നോ ബോർഡിങ്ങിനാണ് വന്നേക്കുന്നത്. അങ്ങനെ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഈ സ്നോയിൽ കൂടെയുള്ള സ്കേറ്റിംഗ് ഇല്ലേ, ആ സംഭവം. ജിമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദയനീയ അവസ്ഥയാണ്. ജിമിൻ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ജങ്കുക്ക് പിന്നെ പ്രോ ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. എന്ന് വെച്ച് ഇടയ്ക്ക് വീഴുന്നുണ്ട് കേട്ടോ. ജങ്കുക്ക് പിന്നെയും പൊടി തട്ടി എണീറ്റ് വീണ്ടും റൈഡ് ചെയ്യും, വീണ്ടും വീഴും. ആൾ ഗിവപ്പ് ചെയ്യണില്ല. വീണിടത്തുനിന്ന് എണീറ്റ് വീണ്ടും വീണ്ടും പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ജിമിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ജിമിൻ ഇഴഞ്ഞൊക്കെയാണ് നീങ്ങണത്. ജിമിനാണെങ്കിൽ സ്വന്തമായിട്ട് വീഴാതെ അവിടെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു, പുള്ളിനെയും കൂടെ മറിച്ചു. ജങ്കുക്ക് അടിപൊളിയായിട്ട് റൈഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ജിമിൻ പാവം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പിന്നെ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റിൽ ജങ്കുക്ക് ഒരു പ്രോ ആയിട്ട് ഫുള്ള് പവറിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ 7ാമത്തെ എപ്പിസോഡ്.